ക്രിസ്തുയേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്ദനം. ഇന്നത്തെ അനുദിന മന്നയിൽ വിശുദ്ധ മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിന്റെ 44-ാമത് തിരുവചനത്തെ ആധാരമാക്കി കർത്താവ് നമ്മോട് ഇടപെടുകയാണ്. നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. വളരെ പ്രയാസകരമായ ഒരു വിഷയമാണ് കർത്താവ് പറയുന്നത്. ലേവ്യ പുസ്തകത്തിൽ നമ്മോട് പഠിപ്പിക്കുന്നത് നിങ്ങളുടെ കൂട്ടുകാരെ സ്നേഹിപ്പാനാണെങ്കിൽ, യേശു കർത്താവ് പറയുന്നത് കൂട്ടുകാരെ മാത്രമല്ല സ്നേഹിക്കേണ്ടത്, നിങ്ങളുടെ ശത്രുക്കളെയും സ്നേഹിക്കുന്നവരായി മാറുക, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറുക. ലോകത്തിലെ മറ്റെല്ലാ മതങ്ങളും പറയുന്നത്, മത നേതാക്കന്മാർ ജനത്തെ ആഹ്വാനം ചെയ്യുന്നതും പഠിപ്പിക്കുന്നതും ശത്രുവിനോട് ശത്രുത്വം കാണിക്കാൻ, ഉപദ്രവിക്കുന്നവനോട് തിരിച്ചുപദ്രവം കാണിക്കാനാണെങ്കിൽ, യേശു ക്രിസ്തു പറയുന്നത് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരായി മാറുക. ഈ ജീവിതാനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ക്രിസ്തു യേശുവിൻ്റെ ഭാവത്തിൽ ഞാനും നിങ്ങളും നിറഞ്ഞേ മതിയാകത്തുള്ളൂ. നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ കൺമുമ്പിൽ ഇപ്പോൾ വെളിപ്പെടുന്നത് നമുക്ക് ദ്രോഹം ചെയ്തവർ, നമ്മെ ഉപദ്രവിച്ചവരുടെ മുഖമാണെങ്കിൽ, അവരോട് ഒരുപക്ഷെ ക്ഷമിപ്പാൻ കഴിയാത്ത നിലവാരത്തിൽ നിങ്ങളുടെ അകത്തളത്തിൽ വേദനയോ നിങ്ങളുടെ അകത്തളത്തിൽ ദേഷ്യമോ ഒക്കെ കണ്ടേക്കാം. പക്ഷേ കർത്താവ് പറയുന്നത് അവർ ചെയ്തത് ഓർക്കാതെ അവരോട് ക്ഷമിക്കുന്നവരായി മാറുവാൻ കർത്താവ് നമ്മെ ആഹ്വാനം ചെയ്യുമ്പോൾ, ആ നല്ല മനസാക്ഷി നമുക്കുണ്ടാകുവാൻ, നല്ല മനോഭാവം നമ്മളിൽ തരേണ്ടതിനായി നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കാം. തിരുവെഴുത്ത് പഠിക്കുമ്പോൾ കാണാൻ കഴിയുന്നത് കർത്താവ് പറയുക മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു. ക്രൂശിൽ തന്നെ തറച്ച് തന്നെ വേദനിപ്പിച്ചവരോട് കർത്താവ് പ്രാർത്ഥിക്കുന്ന ഇപ്രകാരമാ: പിതാവേ, ഇവർ ചെയ്തത് എന്തെന്ന് ഇവർ അറിയായികയാൽ ഇവരോട് ക്ഷമിക്കണമെന്ന്. അപ്പൊ കർത്താവ് പഠിപ്പിച്ചത് ശത്രുവിനോട് ക്ഷമിക്കുവാൻ, ശത്രുവിന് ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനാണെങ്കിൽ, ആമേൻ. സ്തേഫാനോസ് കാണിച്ചു തരുന്നത് തന്നെ കല്ലെറിഞ്ഞവർക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുക, പിതാവേ, ഇവരുടെ മേൽ പാപം നിർത്തരുതേ എന്ന്. ദാവീദ് നമ്മെ കാണിക്കുന്നത് തന്നെ പട്ടിയെ പോലെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ശൗലിനെതിരെ, തനിക്കെതിരെ കുന്തമെറിഞ്ഞ് തന്നെ ദ്രോഹിച്ച് തകർക്കാൻ നോക്കിയ ശൗലിനെതിരെ ദാവീദ് ചെയ്ത് തന്നെ ശൗലിനെ തൻ്റെ കരത്തിൽ ഒത്തുകിട്ടിയപ്പോൾ, കൊല്ലുവാൻ തക്കവണ്ണം സാഹചര്യം ഒരുങ്ങി വന്നപ്പോൾ ദാവീദ് പറയുന്നത്, യഹോവയുടെ അഭിഷേകത്തിന് നേരെ എൻ്റെ കരം ഉയരുകയില്ല, ഉയരത്തത്തില്ലെന്നാണെങ്കിൽ, ദാവീദ് ശൗലിനെ കൊല്ലാതെ വിടുക മാത്രമല്ല, ശൗലിൻ്റെ സംരക്ഷകനെ വിളിച്ച് സുരക്ഷിതത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലേ, തിരിഞ്ഞു നോക്കുമ്പോൾ 2024 നിങ്ങൾക്ക് കഷ്ടവും നഷ്ടവും ദ്രോഹവും വരുത്തിയവർ കണ്ടെന്നിരിക്കാം. അവരോട് ക്ഷമിപ്പാൻ നമുക്ക് കർത്താവിനോട് പ്രാർത്ഥിക്കും. കർത്താവേ, അങ്ങയുടെ മനോഭാവമുള്ളവരായി മാറുവാൻ, ശത്രുവിനോട് ആമേൻ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ, ശത്രുവിനെ സ്നേഹിക്കാൻ, ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള കൃപ നമ്മുടെ മേൽ പകരണമെന്ന് പ്രാർത്ഥിക്കാം. നല്ല കർത്താവേ, ഞങ്ങളെ ദൈവകരങ്ങളിൽ കേൾപ്പിക്കുന്നു. 2024 അവസാനിക്കുന്നതിന് മുമ്പ് കർത്താവേ, ഞങ്ങളെ ദ്രോഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, ഞങ്ങൾക്ക് അപവാദം പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ, അപമാനിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, അസഭ്യം പറഞ്ഞവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ദ്രോഹങ്ങളും നഷ്ടങ്ങളും കഷ്ടങ്ങളും വരുത്തിയവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാൻ, ഞങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പാനുള്ള ദൈവകൃപ ഞങ്ങളുടെ മേൽ പകരണമേ. അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്ന് അങ്ങയുടെ വചനം അനുസരിക്കുന്നവരായി, അങ്ങയെ പ്രസാദിപ്പിക്കുന്നവരായി മാറുവാൻ കൃപ തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്നതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ കർത്താവ് നിങ്ങളെ അനുഗ്രഹിച്ച് സഹായിക്കുമാറാകട്ടെ.